ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ബി ഹൈവിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. ബാക്ക് ടു ഗ്രീൻ എന്നുള്ള യൂണിറ്റിൻ്റെ ആക്ടിവിറ്റി 1. ഹാവ് യു മെയ്ഡ് ദ ബേർഡ് പേസ്റ്റ് ഇറ്റ് ബിലോ. പേപ്പർ കൊണ്ട് ഒരു പാരറ്റിനെ ഉണ്ടാക്കുക. എന്നിട്ട് ഈ കാണുന്ന ചിത്രത്തിൽ അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പാരറ്റിനെ ഉണ്ടാക്കിയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് അടിയിൽ എഴുതണം ദിസ് ഈസ് എ പാരറ്റ്. എന്താ എഴുതേണ്ടത്? ദിസ് ഈസ് എ പാരറ്റ്. അത് അവിടെ ഉണ്ട് അല്ലേ. എന്നിട്ട് എന്താ അടുത്തത് നോക്കിയേ, എ ഡാഷ് പാരറ്റ്, എ ഗ്രീൻ പാരറ്റ്. പാരറ്റിൻ്റെ കളർ എന്താ യൂഷ്വലി? ഗ്രീൻ കളറാണ് അല്ലേ. അപ്പോൾ അവിടെ എ ഗ്രീൻ പാരറ്റ്. ആക്ടിവിറ്റി 2. ഹൂ ആർ പോളീസ് ഫ്രണ്ട്സ്? ട്രേസ് ദ ഡോട്ടഡ് ലൈൻസ്, കളർ ദ പിക്ചേഴ്സ്. എന്താണ്, 2 പിക്ചർ തന്നിട്ടുണ്ട്, അത് വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ? ഹൂ ആർ പോളീസ് ഫ്രണ്ട്സ്. പോളിയുടെ കൂട്ടുകാരാരൊക്കെയാണ്? പോളി ആരായിരുന്നു? ആ തത്തമ്മ അല്ലേ. യെസ്. ആ പോളിയുടെ കൂട്ടുകാരാരൊക്കെയാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്, താഴെ നോക്കൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രം തന്നിട്ടുണ്ട്. അതിന് മേലെ കൂടി ട്രേസ് ചെയ്യണം. ആനേൻ്റെയൊക്കെ ചിത്രം കണ്ടോ? അതിൻ്റെ മേലെ കൂടി ഡോട്ടിനെ ഇങ്ങനെ ട്രേസ് ചെയ്തിട്ട് ആനേൻ്റെ ചിത്രം കംപ്ലീറ്റ് ആക്കുക. മുയലിനെയും ഡക്കിനെയും ഒക്കെ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ഈ ഒരു ചിത്രത്തിന് നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കളർ ചെയ്യുക കേട്ടോ. ഇതുപോലെയല്ല, നിങ്ങൾക്ക് ഏത് കളറാണ് അവൈലബിൾ അത് വെച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് എന്താ? പോളീസ് ഫ്രണ്ട്സ് ആർ. ആരൊക്കെയാണ് പോളീൻ്റെ ഫ്രണ്ട്സ്? എലിഫൻ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട് അല്ലേ. ഒരു ആനയും ഒരു മുയലും ഒരു താറാവുമാണ് പോളിയുടെ ഫ്രണ്ട്സ്. അപ്പോൾ അതവിടെ ഡോട്ടഡ് ലൈൻസിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം? ചിത്രം ഇതുപോലെ നല്ല വൃത്തിക്ക് കളർ ചെയ്യുക കേട്ടോ. ആക്ടിവിറ്റി 3. ലെറ്റ് us സിങ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പാടാം എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കി എന്താണ്? എലിഫൻ്റ്, റാബിറ്റ്, പാരറ്റ് ആൻഡ് ഡക്ക്, ദേ ആർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഇൻ ദ ജംഗിൾ. എന്താ പറയുന്നത്? എലിഫൻ്റ് ആന, റാബിറ്റ് മുയൽ, പാരറ്റ് തത്ത, ഡക്ക് താറാവ്. ഇവർ 4 പേരും എന്താണ്? ദേ ആർ ഫ്രണ്ട്സ്, കൂട്ടുകാരാണ്. ഫ്രണ്ട്സ് ഇൻ ദ ജംഗിൾ, കാട്ടിലെ കൂട്ടുകാരാണ് ഇവർ 4 പേരും. ദേ പ്ലേ ആൻഡ് പ്ലേ, പ്ലേ ഓൾ ഡേ. എന്താ പറയുന്നത്? അവർ കളിച്ചുകൊണ്ടേയിരിക്കും, ദിവസം മുഴുവൻ അവർ കളിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. കൂട്ടുകാരാകുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കൂലേ. സോ ഇവരും എങ്ങനെയാണ്? ദേ പ്ലേ ആൻഡ് പ്ലേ, പ്ലേ ഓൾ ഡേ. എല്ലാ ദിവസം മുഴുവൻ, ഒരു ദിവസം അങ്ങനെ ദിവസം മുഴുവൻ കളിച്ചുകൊണ്ടേയിരിക്കും. ദേ സ്വിങ് ഓൺ എ സ്വിങ്, സ്വിങ് ഓൾ ഡേ. എന്താ പറയുന്നത്? ദേ സ്വിങ്. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. ഏതിനാണ്? ഊഞ്ഞാലിൻ്റെ മേൽ ഊഞ്ഞാലാടിക്കൊണ്ടേയിരിക്കും കേട്ടോ. സ്വിങ് ഓൾ ഡേ, ദിവസം മുഴുവൻ അവർ ഊഞ്ഞാലാടിക്കൊണ്ടേയിരിക്കും, ദിവസം മുഴുവൻ കളിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് നേരം ചെയ്തതിനാണ് ഓൾ ഡേ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ആക്ടിവിറ്റി നോക്കി. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. പോളിയുടെ കൂട്ടുകാർ മഴയത്ത് കളിക്കലാണ്. ഡ്രോ റെയിൻ ഡ്രോപ്സ് ഇൻ ദ പിക്ചർ. ഈ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതിനകത്ത് റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ വരച്ചു വെക്കാനാണ് പറയുന്നത് കേട്ടോ. അതുകൂടാതെ എലിഫൻ്റ് എന്തോ അവിടെ പറയുന്നുണ്ട്. താഴെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഈസ് പോളി, വേർ ഹാസ് ഷി ഗോൺ എന്ന്. അപ്പോൾ എന്തായിരിക്കും ആ റെയിൻ? ഇവിടെ മഴത്തുള്ളികൾ വരച്ചിട്ടുണ്ടോ? റെയിൻ ഡ്രോപ്സ് വരച്ചിട്ടുണ്ട് അല്ലേ എവിടെ ചിത്രത്തിൽ നോക്കിയേ ഇല്ലേ. യെസ്. അപ്പോൾ എലിഫൻ്റ് എന്താണ് പറയുന്നത്? ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം കേട്ടോ. ഇറ്റ് ഈസ് റെയിനിങ്. അതിന് ഷോർട്ടായിട്ട് ഇറ്റ്സ് എന്ന് എഴുതാം കേട്ടോ. ഇട്ടിട്ട് അപ്പോസ്ട്രഫി ഇട്ട് എസ് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ്. ഇറ്റ്സ് റെയിനിങ്. ഇതാ മഴ പെയ്യുന്നു എന്ന് സന്തോഷത്തോടെ പറയലാണ് എലിഫൻ്റ്. അപ്പോൾ ബാക്കി എല്ലാവരും അതിനനുസരിച്ച് ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുന്നു അല്ലേ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നോക്കി 2. വേർ ഈസ് പോളി. പോളി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഇവരുടെ കൂടെ കളിക്കാൻ പോളിയില്ല. ഇപ്പോൾ പോളി എവിടെയുള്ളത്? പോളി ഈസ് ഓൺ ദ ട്രീ അല്ലേ. മക്കൾക്ക് വേണ്ടി അവിടെ പോളി മരത്തിൻ്റെ മേലെ വെയിറ്റ് ചെയ്യലാണ്. വേർ ഹാസ് ഷി ഗോൺ? പോളി ഹാസ് ഗോൺ ടു ഹെർ ചിക്സ്. അവളുടെ മക്കളുടെ അടുത്താണ് ഉള്ളത് അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 4. ഹെൽപ്പ് ദ ഫ്രണ്ട്സ് റീച്ച് പോളീസ് ഹോം. ഈ കൂട്ടുകാരെ പോളിയുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടി സഹായിക്കാനാണ് പറയുന്നത്. നമുക്ക് ഇത് വരച്ചു കൊടുക്കണം അല്ലേ. വഴി കണ്ടെത്താമോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ബാലരമയിലും ബാലമംഗളത്തിലും അല്ലേ, കളിക്കുടുക്കയിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇഷ്ടം പോലെ അല്ലേ. അതുപോലത്തെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഞാൻ ടീച്ചർ വരച്ച പോലെ അവിടെ വരയ്ക്കുക കേട്ടോ. അത് എന്താണ്, കമ്പ്യൂട്ടറിൽ വരച്ചുകൊണ്ടാണ് അങ്ങനെ വൃത്തിയൊന്നും ഇല്ലാത്ത. നിങ്ങൾ നല്ല വൃത്തിക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 5. വാട്ട് ഡു ദേ ടോക്ക്? വാട്ട് ഡു ദേ ടോക്ക്? അവരെന്താണ് സംസാരിക്കുക? പോളിയും പോളിയുടെ ഫ്രണ്ട്സും കൂടി എന്താണ് പറയാന്ന്. ഓക്കെ. അപ്പോൾ റാബിറ്റ് ചോദിക്കലാണ്. റാബിറ്റ് നോക്കിയേ, എലിഫൻ്റ് അതിൻ്റെ തുമ്പിക്കൈയിൽ ട്രങ്കിൻ്റെ മേലെ കയറ്റിയിട്ട് റാബിറ്റിനോട് പാരറ്റിനോട് സംസാരിക്കലാണ്. വാട്ട് ആർ യു ഡൂയിങ്? എന്താ ചോദിച്ചത്?
വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താ അവിടെ ചെയ്യുന്നത് എന്ന് റാബിറ്റ് ചോദിച്ചു. അപ്പോൾ എന്താ പാരറ്റ് പറയുന്നത്, പോളി എന്താ പറയുന്നത്, ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചിക്സ്. അവിടെ ഡാഷാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ഡാഷിൽ എന്താ നമ്മൾ എഴുതേണ്ടത്, ചിക്സ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്, എൻ്റെ ബേബീസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യലാണ് എന്നാണ് പോളി പറഞ്ഞത്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചിക്സ്. ഇനി ആക്ടിവിറ്റി 6 എന്താണ്, ഷാൽ വി ഫിൽ ദ ബാസ്ക്കറ്റ് വിത്ത് ഫ്രൂട്ട്സ്. എന്താണ്, നമുക്ക് ഈ ബാസ്ക്കറ്റിനെ ഫ്രൂട്ട്സ് വെച്ച് നിറച്ചാലോ, ഈ കൊട്ടയിൽ നമുക്ക് ഫ്രൂട്ട്സ് പഴങ്ങൾ നിറച്ചാലോ എന്നാണ് പറയുന്നത്. യൂസ് ദ സ്റ്റിക്കേഴ്സ് ഗിവൺ ഇൻ ദ ബുക്ക്. ഈ ബുക്കിൻ്റെ ലാസ്റ്റ് പേജിലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് തന്നിട്ടുണ്ട്, അതൊക്കെ പറിച്ച് ഇവിടെ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ് വർക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എല്ലാവരും കേട്ടോ. ആക്ടിവിറ്റി 7 ലെറ്റ് us ആഡ് ലൈൻസ് ടു ദ സോങ്. നമുക്ക് ഇവിടെ ഒരു സോങ് തന്നിട്ടുണ്ട്, അതിനകത്ത് ലാസ്റ്റ് ലൈന് മിസ്സിംഗ് ആണ്, നമ്മളോട് ആഡ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അവർ പോളി ഡിയർ പോളി സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ്. എന്താണ്, അവർ പോളി ഞങ്ങളുടെ പോളി, ഡിയർ പോളി പ്രിയപ്പെട്ട പോളി, സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ് മുട്ടയുടെ മേലെ അടയിരിക്കലാണ്. അവർ പോളി ഡിയർ പോളി ഈറ്റ് ദിസ് ആപ്പിൾ. പിന്നെയും പറയലാണ് പ്രിയപ്പെട്ട പോളി ഈ ആപ്പിൾ കഴിക്കൂ എന്ന് പറയലാണ്. പിന്നെയോ അവർ പോളി ഡിയർ പോളി എന്ത് പറയാം നമുക്കവിടെ, ഈറ്റ് ദിസ് മാംഗോ പറയാം, ഈറ്റ് ദിസ് ബനാന പറയാം. നമുക്കിവിടെ ഈറ്റ് ദീസ് ഫ്രൂട്ട്സ് ഈ പഴങ്ങൾ കഴിക്കൂ എന്ന് പറയാം അല്ലേ. അവിടെ എന്ത് വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് കേട്ടോ മക്കളെ. ഈറ്റ് ദിസ് മാംഗോ എന്ന് എഴുതിക്കോ, MANGO മാംഗോ എന്ന് എഴുതിക്കോ. അല്ലെങ്കിൽ ഈറ്റ് ദിസ് ബനാന എന്ന് എഴുതിക്കോ, BANANA ബനാന എന്ന് എഴുതിക്കോ. ഇനി അല്ലെങ്കിൽ ഇതുപോലെ ഈറ്റ് ദീസ് ഫ്രൂട്ട്സ് ഈ പഴങ്ങൾ കഴിക്കൂ എന്നും കൂടി എഴുതാം അല്ലേ. ഇനി ആക്ടിവിറ്റി 8 വാട്ട് ഡസ് പോളി സേ. പോളി എന്താണ് പറയുക, എന്താണ്, മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞു മക്കൾ 3 ആൾക്കാർ പുറത്ത് വന്നിട്ടത് ഹായ് മോം, ഹായ് അമ്മേ എന്ന് പറഞ്ഞു. അപ്പം പോളി എന്തായിരിക്കും തിരിച്ച് പറയുക, ഹായ് എൻ്റെ മക്കളെ എന്ന് പറയും അല്ലേ, ഹായ് പൊന്നു മക്കളെ, അല്ലേ ഹായ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഹായ് മൈ ചിക്സ് എൻ്റെ കുട്ടികളെ എന്ന് വിളിക്കും അല്ലേ. നമുക്കിവിടെ ഹായ് മൈ ഡിയേഴ്സ് എന്ന് വിളിക്കാം അല്ലേ, ഹായ് മൈ ഡിയേഴ്സ്. ആക്ടിവിറ്റി 9 വാട്ട് ഡു ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ്. ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഫുഡ് ദേ ഈറ്റ് ഇൻ ദ ബൗൾ. ഈ എന്താണ് തത്തക്കുട്ടികൾ അല്ലേ, ലിറ്റിൽ പാരറ്റ്സ് കുഞ്ഞു തത്തക്കുട്ടികൾ എന്താണ് കഴിക്കുക, അവർ കഴിക്കുന്ന ഭക്ഷണം അതിനകത്ത് ചിത്രം വരയ്ക്കാൻ. അവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഒരു കാലി പ്ലേറ്റ് ഉണ്ട്, അതിനകത്ത് വരച്ചു കൊടുക്കാനാണ് പറയുന്നത്, നമ്മളോട് വരയ്ക്കാനാണ് പറയുന്നത്. ഇനി താഴെ നോക്കിയ 2 സെൻറ്റൻസ് ചെയ്തിട്ടുണ്ട്. പോളി ഹാസ് ഡാഷ് ലിറ്റിൽ പാരറ്റ്സ്, ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് അവർ കഴിക്കുക, അവർ ഗ്രെയിൻസ് കഴിക്കും, ധാന്യങ്ങൾ കഴിക്കും. പിന്നെ എന്താ സീഡ്സ്, ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിത്തുകളുണ്ടെങ്കിൽ അത് കഴിക്കും ഇല്ലേ. നെല്ലൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ ചെറിയ തത്തക്കുട്ടികൾ, തത്തകളെല്ലാം ബേഡ്സൊക്കെ കഴിക്കും, നെല്ലും ഗ്രെയിൻസും ഒക്കെ കഴിക്കും, ഫ്രൂട്ട്സും കഴിക്കും. അപ്പോൾ നമുക്കിവിടെ ഫ്രൂട്ട്സ് വരച്ചു കൊടുക്കാം. എന്നിട്ടോ താഴെ എഴുതാം പോളി ഹാസ് 3 ലിറ്റിൽ പാരറ്റ്സ്. എത്രയാണ്, 3 THREE 3 അവിടെ എഴുതുക കേട്ടോ. തൊട്ട് താഴത്തെ ലൈനിലോ ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് ഫ്രൂട്ട്സ്. എന്താ എഴുതേണ്ടത്, FRUITS ഫ്രൂട്ട്സ്. ഇനി അവിടെ ചിത്രം വരയ്ക്കുന്നത് ഗ്രെയിൻസിന്, എന്തെങ്കിലും ധാന്യങ്ങളുടെ ചിത്രമാണെങ്കിൽ അവിടെ താഴെ ഗ്രെയിൻസ് എന്ന് എഴുതുക. ഇനി അല്ല നെല്ലോ അതുപോലെയുള്ള എന്തെങ്കിലും വിത്തുകളാണ് എഴുതുന്നെങ്കിൽ സീഡ്സ് SEEDS സീഡ്സ് എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 10 ജിൽ, ദിൽ ആൻഡ് റിൽ. പോളിയുടെ 3 മക്കളാണ് അല്ലേ, ജിൽ, ദിൽ ആൻഡ് റിൽ. ഐ ആം ജിൽ, ഐ ഹാവ് എ ബിഗ് ഡാഷ്. എന്താണ്, ജില്ലിന് എന്താണുള്ളത്, വലിയ കൊക്കുണ്ട് അല്ലേ, BEAK ബീക്ക്, എനിക്ക് വലിയ കൊക്ക് ഉണ്ട്. അടുത്തയാൾ എന്താ പറയുന്നത്, ഐ ആം ദിൽ, ഞാൻ ദില്ലാണ്, ഐ ഹാവ് എ ഡാഷ് ലെഗ്സ്. എന്താണുള്ളത്, നീളം കൂടിയ കാലുകളുണ്ട്, ലോങ് ലെഗ്സ്, LONG ലോങ് ലെഗ്സ്. അടുത്തയാൾ എന്താണ്, ഐ ആം റിൽ ഡാഷ് എ റെഡ് റിങ്, എനിക്ക് ഒരു റെഡ് റിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് പറയുക, ഐ ഹാവ് എ റെഡ് റിങ് കേട്ടോ, ഐ ഹാവ് എ റെഡ് റിങ്, എനിക്ക് കഴുത്തിന് ചുറ്റും ഒരു ചുവന്ന വളയമുണ്ട്. ആക്ടിവിറ്റി 11 ലെറ്റ് us സിങ് ആൻഡ് ആഡ് ലൈൻസ് ടു ദ റൈം. താഴെ ഒരു ചെറിയൊരു റൈം അല്ലെ, ഒരു പാട്ട് തന്നിട്ടുണ്ട്, അത് നമുക്ക് ചൊല്ലാം. അതോടൊപ്പം ഒരു ലൈൻ അവിടെ മിസ് ചെയ്തിട്ടുണ്ട്, അവിടെ നമുക്കത് എഴുതി ചേർക്കാം എന്നാണ് പറയുന്നത്. എന്താണ്, 1 2 3 ജിൽ ദിൽ റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ.
എന്താണ് 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് 3 ആൾക്കാരും ജിൽ, ദിൽ ആൻഡ് റിൽ 3 ആൾക്കാരും എന്താണ് ആകാശത്തിലേക്ക് ഉയർന്ന് പറക്കാൻ തുടങ്ങി. ഇന്നും കൂടി 1 2 3 ജിൽ, ദിൽ, റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ഇനി അടുത്ത ലൈൻ എന്താണ് നോക്കൂ. 1 2 3 ജിൽ, ദിൽ, റിൽ. നമ്മൾ അവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യാം നമുക്കവിടെ? അവർ കളിക്കുന്നതിനൊക്കെ എഴുതാം. ഫ്ലൈ ആൻഡ് ഫ്ലൈ എഴുതി പ്ലേ ആൻഡ് പ്ലേ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഫ്ലൈ സോ ഹൈ എന്ന് എഴുതാം അല്ലേ. കുറേ ഉയരത്തിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവർ. എന്താണ് ഫ്ലൈ സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. അവർ കുറേ ഉയരത്തിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആക്ടിവിറ്റി 12. വാട്ട് ഈസ് പോളി ആസ്കിങ്? പോളി എന്താണ് ചോദിക്കുന്നത് അല്ലേ. പോളി വന്നിട്ട് മക്കളോട് എന്തോ ചോദിക്കുന്നുണ്ട്. ജില്ലിനോടും ദില്ലിനോടും എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ഒരാളവിടെ മിസ്സിംഗ് ആണ്. ആരാണ്? അതാ അങ്ങ് പറന്ന് പോകുന്നുണ്ടല്ലേ. റിൽ മിസ്സിംഗ് ആണ് അല്ലേ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? വേർ ഈസ് റിൽ എന്നാണ് ചോദിക്കുന്നത്. വേർ ഈസ് റിൽ? റിൽ എവിടെയാണ്? വേർ ഈസ് റിൽ? റിൽ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെന്താ മക്കൾ രണ്ടാളും കൂടി മറുപടി പറയുന്നത് നോക്കി. റിൽ ഫ്ലൂ എവേ മോം. ഫ്ലൂ എവേ എന്ന് പറഞ്ഞാൽ പറന്നുപോയി. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫ്ലൂ. FLEW ഫ്ലൂ. റിൽ ഫ്ലൂ എവേ മാം മോം. അമ്മേ റില് പറന്നുപോയി എന്നാണ് ദില്ലും ജില്ലും കൂടി പറയുന്നത്. ആക്ടിവിറ്റി 13. ക്യാൻ യു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ? ഇവിടെ എന്താണ് റിൽ എന്തോ പറയുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസ് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. റില്ല് പറന്നു പോയിട്ടൊരു ചുവന്ന ബക്കറ്റിൽ വീണു അല്ലേ. അതിൻ്റെ എന്താ പറ്റിയത്? ചുവന്ന പെയിൻറ്റിൽ വീണിട്ട് ഗ്രീനുള്ള റില്ല് റെഡായിപ്പോയി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഐ വാസ് ഗ്രീൻ. ഞാൻ പച്ചയായിരുന്നു. ഐ ആം ഡേഷ് നൗ. എന്താണ് ഞാനിപ്പോൾ? ചുവപ്പാണ്. ചുവപ്പിൽ എന്താ ഇംഗ്ലീഷിൽ പറയാ? റെഡ്. വെരി ഗുഡ്. ഐ ആം റെഡ് നൗ. അങ്ങനെ പറയണം കേട്ടോ. ആക്ടിവിറ്റി 14. വാട്ട് ഡു ദേ സേ? എന്താണ്? റില്ല് കളറിൽ മുങ്ങി ചുവന്ന കളറായി തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിക്കലാണ്. എന്താണ്? ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? ആ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരനാണോ എന്ന് ജില്ലിനോടും ദില്ലിനോടും ചോദിക്കലാണ്. അപ്പോൾ എന്തായിരിക്കും അവർ പറയുക? അവരുടെ കൂട്ടുകാരനാണോ അത്? അല്ല. സോ അവർ പറയലാണ് നോ മോം ദാറ്റ്സ് നോട്ട് അവർ ഫ്രണ്ട്. അല്ല അമ്മേ, അത് ഞങ്ങളുടെ ഫ്രണ്ടൊന്നും അല്ല. നോ മോം ദാറ്റ്സ് നോട്ട് അവർ ഫ്രണ്ട്. ഇനി ആക്ടിവിറ്റി 15. വാട്ട് ഡസ് റിൽ സേ? ഇനി എന്താണ് റില്ല് തിരിച്ച് പറയാന്നാണ്. റില്ല് ചുവപ്പിൽ വീണു. അതിനുശേഷം എന്താണ്? മഴ പെയ്തപ്പോൾ ആ ചുവപ്പ് കളറൊക്കെ പോയി തിരിച്ച് വീണ്ടും എന്തായി? പച്ച കളറായി അല്ലേ. അപ്പോൾ റില്ല് എന്താണ് പറയുന്നത്? ഐ വാസ് റെഡ്. ഞാൻ ചുവപ്പായിരുന്നു. നൗ ഐ ആം ഗ്രീൻ അഗെയിൻ. ഞാൻ വീണ്ടും പച്ചയായി. നൗ ഐ ആം ഗ്രീൻ അഗെയിൻ. ഞാൻ വീണ്ടും പച്ചയായി. ആക്ടിവിറ്റി 16. ഹെൽപ്പ് ദ ഹണി ബീ റീച്ച് ദ ബീഹൈവ്. ആ ഹണി ബീയെ അവിടെ ബീഹൈവ് ഉണ്ട് മേലെ അല്ലേ. അതിൻ്റെ തേനീച്ചക്കൂടുണ്ട്. തേനീച്ചക്കൂടിൽ എത്തിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി ക്യാരക്ടേഴ്സ് ഡിഡ് ദ ഹണി ബീ സീ ഓൺ ദ വേ? റൈറ്റ് ദെയർ നെയിംസ് ബിലോ. ആ ഹണി ബീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ആരൊക്കെയാണ് കണ്ടത്? അവരുടെയൊക്കെ പേര് താഴെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കിയിട്ട് ആരൊക്കെയാണ് ഏതിലേക്കൂടെയൊക്കെ പോകുമ്പോൾ ആരുടെയൊക്കെ പേരിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് അതവിടെ എഴുതുക കേട്ടോ. സോ ഇവിടെ ഉള്ളത് ആരുടെയൊക്കെ പേരാണ്? അവരുടെയൊക്കെ പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ എന്ത് വേണം? നിങ്ങൾ വരച്ചതിന് ശേഷം ആരുടെയൊക്കെ പേരിലേക്കൂടെയാണോ പോകുന്നത് അത് എഴുതുക. ഇപ്പോൾ ടീച്ചർ വരച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആകെ ഒരു ഡക്കിൻ്റെ ഉള്ളിൽ കൂടി മാത്രം കിട്ടുന്നുണ്ട്. ഇനിയല്ല കുറച്ച് വളഞ്ഞു പോകണമെന്നാണെങ്കിൽ എലിഫൻറ്റും ഡക്കും വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരെയും കൂടി ചുറ്റി വളഞ്ഞിട്ട് പോളിയിലേക്കൂടി റില്ലിലേക്കൂടി ഒക്കെ പോകാം. അപ്പോൾ നിങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ചതിന് ശേഷം അവിടെ പേരെഴുതുക കേട്ടോ. ഇപ്പോൾ ഹണി ബീയുടെ റൈറ്റ് സൈഡിലേക്ക് കൂടി വരച്ചിട്ട് നേരെ അങ്ങ് പോയി ഡക്കിൽ കയറി കുറച്ച് താഴോട്ടേക്ക് വന്ന് കുറച്ച് മേലെ പോയി റൈറ്റ് എടുത്ത് താഴെ വന്ന് നേരെ പോയി മേലെ എത്തിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഹണി ബീയിലെത്തില്ലേ. ഈസി ആയിട്ട് ഷോർട്ട് കട്ട് വഴി എത്തി. ഇനിയല്ല കുറച്ച് വളഞ്ഞ് പോകണമെന്നവർക്ക് വളഞ്ഞിട്ടും പോകാം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ അവിടെ പേരെഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി 17. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് റിൽ? നിങ്ങൾക്ക് റില്ലിൻ്റെ കഥ ഇഷ്ടമായോ? സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റുകൾ അല്ലേ, അപ്പോൾ എന്താണ് സീനുകൾ തന്നിട്ടുണ്ട്. കണക്ട് ദ ഇവൻറ്റ്സ് യൂസിങ് ആരോ മാർക്സ്. ആരോ മാർക്സ് യൂസ് ചെയ്തിട്ട് ആ ഇവൻറ്റ്സിനെയൊക്കെ നമ്മളോട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. നോക്കി എന്താണ്? റിൽ ഫ്ലൂ അവേ. റിൽ പറന്നു പോയി. ആദ്യത്തെ ചിത്രം കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഒരു മരത്തിൻ്റെ അടിയിൽ കൂടി റില്ലതാ പറന്നു പോകുന്നു. അവിടുന്ന് ഒരു നീല വര ആരോ മാർക്ക് കൊടുത്തിട്ട് എന്താണ് പറയുന്നത്? റില്ല് പോയിട്ട് ഫെൽ ഇൻ ടു എ
ടിൻ. റിൽ ഫെൽ ഇൻ ടു എ ടിൻ. ഒരു ടിന്നിൻ്റെ അകത്ത് പോയി വീണു. എന്നിട്ട് എന്തായി? മേലേക്ക് ചുവന്ന കളർ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ? റിൽ ഈസ് റെഡ്. റിൽ അവിടെ റെഡ് കളറായി മാറി. എന്നിട്ട് റില്ലിൽ നിന്ന് അവിടുത്തെ മഴ പെയ്യുന്നതിലേക്ക് വരുന്നുണ്ട് അല്ലേ? അവിടെ വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്, യെല്ലോ കളർ. നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. ആദ്യം മരത്തിൻ്റെ അടുത്തുനിന്ന് നീല കളറിൽ നമ്മൾ ടിന്നിൽ വന്ന് വീണു. ടിന്നിൻ്റെ അകത്തുനിന്ന് മേലേക്ക് റിലീസ് റെഡിലേക്ക് വരയ്ക്കണം. അവിടുന്ന് തൊട്ട് താഴെ മഴ പെയ്യുന്നത് കാണുന്നുണ്ടല്ലേ? എന്നിട്ട് തിരിച്ച് ചുവപ്പ് മാറി പച്ച വരുന്ന കളറിലേക്ക് വരയ്ക്കുക. ഏതെങ്കിലും ഒരു കളർ വെച്ച് നിങ്ങൾ വരച്ചു കൊടുക്കുക. അതെന്താണ്? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. അവിടുന്ന് എന്താണ്? റില്ലീസ് ഗ്രീൻ അഗെയിൻ. റില്ല് വീണ്ടും തിരിച്ച് പച്ച തന്നെയായി. അതാ ഗ്രീൻ ലൈൻ വെച്ച് വരച്ചിട്ടുണ്ട് ടീച്ചർ അവിടെ, നോക്കുക കേട്ടോ. റില്ലീസ് ഗ്രീൻ അഗെയിൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. എന്താണ്? രണ്ടാമത്തെ പാഠത്തിൻ്റെ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള യൂണിറ്റിൻ്റെ ബി ഹൈവിലുള്ള ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടീച്ചറെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കേട്ടോ. അപ്പോൾ സീ യു, ബൈ.